നമ്മൾ ഇന്നു മുതൽ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മാത്സ് ചോദ്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരാം, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനിലുള്ള ചോദ്യങ്ങൾ വരും. നിങ്ങൾ എന്നോട് ചോദിക്കുന്ന സംശയങ്ങൾ ചെയ്യും. അത്തരത്തില് ചെറു വീഡിയോകളായിട്ട്, അതായത് ഒരു 5 ചോദ്യങ്ങൾ അടങ്ങുന്ന വീഡിയോകളായിട്ട് നമ്മൾ എന്നും എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് നഷ്ടപ്പിക്കാത്ത രീതിയിൽ ചെറിയ വീഡിയോകൾ ചെയ്ത് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. സംശയങ്ങൾ ചോദിക്കുക. ഒപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ 2026 10 പ്രിലിംസ് പരീക്ഷയ്ക്ക്, അതായത് സ്റ്റേജ് 1 ചോദിച്ച 5 ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കൃത്യമായിട്ട് അതെന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: 8, 12, 16 എന്നീ സംഖ്യകൾ ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നോക്കി, ആദ്യത്തെ ഓപ്ഷൻ ഏതാ? 48. 48 എന്ന് പറയുന്ന കാര്യം 8, 6, 48 ആണ്. അതുകൊണ്ട് തന്നെ എന്ത് വരത്തില്ല, 48 വരത്തില്ല. ദെൻ അടുത്ത് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 5 എത്രയാണ്? 40 ആണ്. അപ്പൊ ആ 40 എന്ത് ചെയ്യത്തില്ല, വരില്ല. പിന്നെ വരാൻ സാധ്യതയുള്ള 2 ഓപ്ഷൻസ് ആണ്, ഒന്ന് 51, മറ്റൊന്ന് 50. അപ്പോൾ 51 എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 6 പ്രാവശ്യം പോകും. എന്നിട്ട് ശിഷ്ടം എത്രയായിരിക്കും വരുന്നത്? 3 ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും? 51 ആയിരിക്കും. കാരണം 51നെ ഞാൻ 8 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 48. ശിഷ്ടം എത്രയാ? 3. ഇതേ കാര്യം ആർക്കും ബാധകമാണ്, 12ന് ബാധകമാണ് അല്ലേ? കാരണം 12 ഇൻറ്റു എന്ത് ചെയ്യുന്ന സമയത്ത് 4 ചെയ്യുന്ന സമയത്ത് 48 വരും. ശിഷ്ടം എത്ര തന്നെ വന്ന്? 3 വന്നു. ഇനി 16 × 3 ചെയ്യുന്ന സമയത്ത് 48 വരും. ശിഷ്ടം എത്ര വരും? 3 തന്നെ വരും. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്? 51. ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 2 1/2 പ്ലസ് 3 1/4 മൈനസ് 4 1/5 ഉത്തരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദ്യം വരുന്ന സമയത്ത് ആദ്യമേ നമുക്ക് ഇതിനെ അങ്ങ് മാറ്റാം. 2 1/2 എങ്ങനെ മാറ്റാനായിട്ട് പറ്റും? 2 × 2 4 പ്ലസ് 1 എത്ര? 5. അപ്പൊ 5/2. അടുത്ത് നോക്കിയേ, 3 1/4 അതിനെങ്ങനെ മാറ്റാൻ പറ്റും? 3 × 4 12 പ്ലസ് 1 ചെയ്യുന്ന സമയത്ത് 13/4. അടുത്ത് 4 1/5 ഉണ്ട്. ഇതിനെങ്ങനെ മാറ്റാൻ പറ്റും? 4 × 5 20, 21 21/5 എന്ന് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു രീതിക്ക് എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? 5/2 പ്ലസ് 13/4 മൈനസ് 21/5 എന്ന് കിട്ടും. ഇത് നോക്കിയേ, ഇതിന്റെ എൽസിഎം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2, 4, 5 എൽസിഎം എത്രയാണ്? 20 എന്ന് വരും. അപ്പോൾ എൽസിഎം എത്രയായി? 20. അപ്പോൾ ഇവിടെ 2ന്റെ കൂടെ 10 ഇൻറ്റു ചെയ്താലേ 20 കിട്ടത്തുള്ളൂ. അപ്പോൾ മേളിൽ ഞാൻ അതുപോലെ ചെയ്യുന്നു. 5 × 10 പ്ലസ് അടുത്ത് 13 × 5 മൈനസ് 21 × 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ എങ്ങനെയാ വരുന്നത്? 5 × 10 ചെയ്യുന്ന സമയത്ത് 50 പ്ലസ് 65 മൈനസ് ഇത് ചെയ്യുന്ന സമയത്ത് എത്രയാണ് വരുന്നത്? 84/20 എന്ന് കിട്ടും. ഇത് രണ്ടൂടെ കൂട്ടുന്ന സമയത്ത് 65 50 കൂട്ടുന്ന സമയത്ത് എത്രയാണ് വരുന്നത്? 115. 115 നിന്ന് 84 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എത്രയാ? 31/20 എന്ന് കിട്ടും. ഈ 31/20 തന്നെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കി, ഇല്ല. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 31/20 ഒരു പ്രാവശ്യം 20, ശിഷ്ടം എത്രയാ? 11. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ തന്നിരിക്കുന്ന കാര്യത്തെ ആദ്യം ആ 1 എടുത്ത് എഴുതുക, ദെൻ അതിനുശേഷം 11 മേളിൽ എഴുതുക. ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് എത്ര എഴുതാം? 20 എഴുതാം. നമ്മുടെ ആൻസർ എത്രയാ? 111/20. അതായത് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, ഇങ്ങനെയാണ്: ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർന്നപ്പോൾ ശരാശരി 14 വയസ്സായി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പൊ പറഞ്ഞേക്കുന്ന കാര്യം എന്താ? 25 കുട്ടികളുണ്ട്, അവരുടെ ശരാശരി എത്രയാ? 13 ആണ് അല്ലെ? 13 നമുക്ക് ആദ്യമേ ടോട്ടൽ കണ്ടുപിടിക്കും. ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 25 × 13 ചെയ്യുന്ന സമയം നമുക്ക് എത്ര കിട്ടും? 325 എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കിയേ, ടീച്ചറുടെ വയസ്സൂടെ കൂട്ടി. ടീച്ചറുടെ വയസ്സൂടെ കൂട്ടിയപ്പോൾ 25 എന്ന് പറഞ്ഞ എണ്ണം എത്രയായിട്ട് മാറി? 26 ആയിട്ട് മാറി. ശരാശരി എത്രയാ? 14. അപ്പൊ 26 × 14 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 364 എന്ന് കിട്ടും. ഇനി ടീച്ചറുടെ വയസ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ അങ്ങ് കുറച്ചാൽ മതി അല്ലെ? അധികമായിട്ട് വന്ന ഒരാള് ടീച്ചറാണ്. അപ്പൊ ടീച്ചറിന്റെ കണ്ടുപിടിക്കാനായിട്ട് 364 മൈനസ് 325, അതായത് 39. അതായത് ടീച്ചറുടെ വയസ്സ് എത്രയായിരിക്കും? 39 ആയിരിക്കും. ഓക്കെ ഓക്കെ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 2√2 പ്ലസ് 3√2 മൈനസ്
√8 ഉത്തരം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ 2√2 ഞാൻ എന്നിടത്ത് എഴുതാം. 2√2 പ്ലസ് 3√2 മൈനസ് √8 എന്ന് പറയുന്ന കാര്യം ഓർത്ത് വയ്ക്കുക. √8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 2√2 ആയിരിക്കും. √8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 2√2 ആയിരിക്കും. അപ്പൊ ഈ ആൻസർ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇതും കൂടെ എന്ത് ചെയ്യും? പോകും. കിട്ടുന്ന സമയത്ത് ആൻസർ എത്രയായിരിക്കും? 3√2. ഓക്കെ.